മെയ് മാസം ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അല്ലേ? പ്രൈസ് റേഞ്ച് ഒക്കെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്കിപ്പോ ഒരു 85,000 രൂപ സ്റ്റാർട്ടിംഗ് തൊട്ടുള്ള വണ്ടികൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള യൂസ്ഡ് കാറുകൾ വേണം, പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കിടിലൻ ഷോറൂമിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത്. എറണാകുളം ജില്ലയിലെ ചേരനല്ലൂരിലുള്ള നമ്മുടെ ഹുണ്ടായി പ്രോമിസ്, അതായത് ഹുണ്ടായി കമ്പനിയുടെ ഓതറൈസ്ഡ് യൂസർ സെക്ഷൻ ആയിട്ടാണ് ഈ ഒരു ഹുണ്ടായി പ്രോമിസ് പ്രവർത്തിക്കുന്നത്. അതും പോപ്പുലർ ഹുണ്ടായിയുടെ ഓതറൈസ്ഡ് ഷോറൂം ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വിശ്വാസം ഉണ്ടാവും വാഹനങ്ങൾ എടുക്കാൻ. കാരണം ഇവർ വർഷങ്ങളെ പാരമ്പര്യമുണ്ട്, അതുപോലെ തന്നെ വലിയൊരു കമ്പനിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഓതറൈസ്ഡ് സർട്ടിഫൈഡ് യൂസർ ഷോറൂം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പേടിയും ഇല്ലാതെ ഒരു വാഹനം പർച്ചേസ് ചെയ്യാമെന്നതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. പർച്ചേസ് ചെയ്യാൻ മാത്രമല്ല, നിങ്ങളുടെ വാഹനങ്ങൾ കൊടുക്കാനുണ്ടെങ്കിൽ അതും ഇവിടെ കൊണ്ടുവന്നാൽ നല്ല മാന്യമായ മാർക്കറ്റ് വില നൽകിയിട്ട് ഡയറക്റ്റ് പർച്ചേസും ഇവർ തന്നെ ചെയ്യുന്നുണ്ട്. അതിന് പുറമെ നിങ്ങളുടെ വാഹനങ്ങൾ ഈ ഒരു ഷോറൂമിൽ കൊണ്ടുവന്നിട്ട് വാഹനങ്ങൾ പാർക്കിംഗ് സെയിൽ രൂപത്തിൽ വാഹനങ്ങൾ കച്ചവടം ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന് ഈ പറഞ്ഞ പോലെ തന്നെ ഷോറൂമിൽ നിങ്ങളെ എല്ലാത്തരം സപ്പോർട്ട് സഹകരണം നൽകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വാഹനങ്ങൾ വാങ്ങാനാണെങ്കിലും ശരി, വിൽക്കാനാണെങ്കിലും ശരി, പരിപൂർണ്ണ വിശ്വാസമായിട്ട് കയറി വരാൻ പറ്റുന്ന ഒരു ഷോറൂമാണ്. ഇതിനൊക്കെ പുറമെ റോഡ് സൈഡ് അസിസ്റ്റൻസ് നൽകുന്നുണ്ട്. അതായത് റോഡിൽ നമ്മൾ നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അതിന്റെ അർത്ഥം റോഡ് സൈഡ് നിൽക്കേണ്ടി വരില്ല എന്ന് തന്നെയാണ്. ഇവിടുന്ന് വാഹനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് വാറന്റി കണക്ക് കിട്ടുന്നു. അത് എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ? വാറന്റി നമുക്ക് ഹ്യുണ്ടായി വെഹിക്കിൾസിനാണ് വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു 10 വർഷത്തിനുള്ളിലുള്ള വണ്ടികൾക്ക് 6 മാസത്തെ വാറന്റിയും ഒരു ഫ്രീ സർവീസ് ആണ് വരുന്നത്. ഒരു 7 വർഷത്തിനുള്ളിലുള്ള വണ്ടികളാണെങ്കിൽ 1 ഇയർ വാറന്റി, 2 ഫ്രീ സർവീസ് നൽകുന്നുണ്ട്. അത് ഇവിടെ തന്നെ വരണമെന്നുണ്ടോ? ഇല്ല, ഇവിടെ തന്നെ വരണമെന്നില്ല. ഏത് ഷോറൂമിലും നമുക്ക് ഓൾ ഇന്ത്യയിൽ നമുക്ക് സർവീസ് ഉള്ളതാണ്. സർവീസ് ഉള്ളതാണ്. അപ്പൊ വാഹനങ്ങൾ നിങ്ങൾ കേരളത്തിന്റെ ഏത് ഭാഗത്ത് നിന്ന് എടുത്താലും ഓൾ ഇന്ത്യ സർവീസും വാറന്റി ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാനും പറ്റും. മെയ് മാസം ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അല്ലേ? പ്രൈസ് റേഞ്ച് ഒക്കെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്കിപ്പോ ഒരു 85,000 രൂപ സ്റ്റാർട്ടിംഗ് തൊട്ടുള്ള വണ്ടികൾ വരുന്നുണ്ട്. അപ്പൊ ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ നോക്കുന്നവർക്കും ഇവർക്ക് വരാവുന്നതാണ്. പിന്നെ ഹുണ്ടായി പ്രോമിസ് എന്ന് പറയുമ്പോൾ ഹുണ്ടായി വാഹനങ്ങൾ മാത്രമല്ല, അതർ ബ്രാൻഡ് വാഹനങ്ങളും നിലവിലുണ്ട് അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് ഓരോ വാഹനങ്ങൾ പരിചയപ്പെടാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ എവിടെ വരുന്നത്? നമ്മളിത് എറണാകുളം ചേരാനല്ലൂര് സിഗ്നൽ ജംഗ്ഷന്റെ അവിടെയാണ് ഷോറൂം വരുന്നത്. മെയിൻ ഹൈവേയിൽ സിഗ്നൽ ജംഗ്ഷനിലാണ് ഈ ഷോറൂം ഉള്ളത്. വരാൻ പോകാനൊക്കെ സൗകര്യമുണ്ട്. അപ്പൊ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഹ്യുണ്ടായി ഗ്രാൻഡ് ആയിട്ടല്ലേ? ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. 2014 മോഡൽ വരുന്നത്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. 4 ഡോർ പവർ വിൻഡോ, സെൻട്രലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ? ടയറും കണ്ടീഷൻ അല്ലേ? വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? മേജർ ക്ലെയിംസ് ആയിട്ടൊന്നും. പേപ്പേഴ്സ് ക്ലിയർ ആണ്. ഇവിടെ കിടക്കുന്ന എല്ലാ വാഹനങ്ങളുടെ പേപ്പേഴ്സും എല്ലാം ക്ലിയർ ആയിരിക്കും. അതൊന്നും ഒരു തരത്തിലും പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമ്മൾ ഇതിന് 3 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ചോദിക്കുന്ന പ്രൈസ് ലോൺ ചെയ്യാൻ പറ്റില്ലേ? ആ ലോണും കിട്ടും. 14 മോഡൽ, ഒരു 2 വർഷമൊക്കെ ലോൺ കിട്ടും. അപ്പൊ ഒരു ചെറിയൊരു ഗ്യാപ്പിലാണ് നമുക്ക് ലോൺ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കിട്ടുക. കാരണം മോഡൽ അത്ര ആയതുകൊണ്ട് അല്ലേ? ഓട്ടോമാറ്റിക് വാഹനങ്ങൾ നോക്കുന്നവർക്ക് ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള വാറന്റി ഉള്ള നല്ലൊരു വാഹനം പരിചയപ്പെടുത്തി തരാം. ഇത് ഹ്യുണ്ടായിയുടെ സാൻട്രോ അല്ലേ? ഡീറ്റെയിൽസ് ആണ് വരുന്നത്. 2019 ആണ് മോഡൽ വരുന്നത്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. ആകെ 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? ഏത് വേരിയന്റ് ഏതാണ്? സ്പോർട്സ് വേരിയന്റ് ആണ്. അത്യാവശ്യം ഫീച്ചേഴ്സും സ്പോർട്സ് വരുന്നുണ്ടല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ചോദിക്കുന്ന പ്രൈസ് എത്ര? നമ്മളിതിന് 4,20,000 രൂപയാണ് ചോദിക്കുന്നത്. ഇതിനോട് വ്യത്യാസം വരും. ചെറിയ രീതിയിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കച്ചവടം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഫൈനൽ സ്റ്റേജിൽ എത്തുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ചെറിയ മാറ്റം ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ മാക്സിമം ലോണും ചെയ്യാം. ലോണും ചെയ്യാം. പിന്നെ നമുക്ക് ഇതിന് വാറന്റി ഉണ്ട്. തന്നെ ആയതുകൊണ്ട് 1 ഇയർ വാറന്റിയും 2 ഫ്രീ സർവീസും ഉണ്ട്. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസമായിട്ട് ഒരു പുതിയ വാഹനം എടുക്കുന്ന പോലെ തന്നെ നമുക്ക് ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റുന്ന വാഹനമാണ്. താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. യുവാക്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനങ്ങൾ ഒന്നാണ് ഹ്യുണ്ടായിയുടെ i20. നമ്മുടെ അടുത്ത് നല്ലൊരു വാഹനം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്, Elite i20 അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. 2014 ആണ് മോഡൽ വരുന്നത്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. ആസ്റ്റ ആണ് വേരിയന്റ്. ആണ്. കിലോമീറ്റർ 81,000 അടുത്താണ് ഓടിയിരിക്കുന്നത്. പെട്രോൾ ഡീസലാ? പെട്രോൾ മാനുവൽ. നമുക്ക് ഈ കിലോമീറ്റർ ഞങ്ങളൊക്കെ ജെനുവിൻ ആണ്. ആസ്റ്റ എന്ന് പറയുന്ന വേരിയന്റിൽ എല്ലാ ഫീച്ചേഴ്സും കാണും വരുന്നുണ്ട്. അലോയ് വീല്, ടയർ ഞങ്ങൾക്ക് കണ്ടീഷൻ ടയേഴ്സ് ആണ്. വേറെ മേജർ ആക്സിഡന്റ് ഒന്നുമില്ലല്ലോ? ഹിസ്റ്ററികളാണല്ലേ? ഈ ഒരു വാഹനത്തിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമ്മളിതിന് 3,50,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ചെറിയ മാറ്റം ഉണ്ടാവും. ഇനി അറിയേണ്ടത് ഇത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ഒരു 2 വർഷം വരെയൊക്കെ ലോൺ കിട്ടും അല്ലേ? മിനി SUV സെഗ്മെന്റിൽ ഒരു വാഹനം നോക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വാഹനം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്, ഹ്യുണ്ടായിയുടെ വെന്യൂ. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് മോഡൽ വരുന്നത് 2019 ആണ്. SX+ ആണ് വേരിയന്റ്. നമുക്കിത് ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. DCT ആണ്. ടർബോ ആണ് വരുന്നത്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 50,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. പ്രോപ്പർ ജെനുവിൻ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ അല്ലേ? വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഇതിന് അറിയേണ്ടത് ചോദിക്കുന്ന പ്രൈസ്. നമ്മൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് വരുന്നത് 7,60,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ്. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ആണ് ഈ ഒരു വീഡിയോയിലൊക്കെ നമ്മൾ പറയണത്. ഫൈനലായിട്ട് കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ചെറിയ രീതിയിൽ മാറ്റം ഉണ്ടാവും. ലോൺ മാക്സിമം ചെയ്ത് കൊടുക്കാം. ലോ ബജറ്റിൽ നല്ലൊരു കണ്ടീഷൻ വാഹനം നോക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വാഹനം നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്, ഹ്യുണ്ടായി സാൻട്രോ അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ തന്നെ. ഇത് 2012 ആണ് മോഡൽ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. GLS ആണ് വേരിയന്റ്. കിലോമീറ്റർ ഒരു 94,000 അടുത്താണ് ഓടിയിരിക്കുന്നത്. പെട്രോൾ മാനുവൽ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതുകൂടി ശ്രദ്ധിക്കണം. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ ആണ്. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമ്മൾ ഇതിന് 1,40,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. കച്ചവടം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചെറിയ രീതിയിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലേ? വ്യത്യാസം ഉണ്ടാവും.
ഹ്യുണ്ടായി പ്രോമിസ് എന്ന് പറയുന്ന ഷോറൂമാണ് ഈ ഒരു വാഹനം സെയിൽ ചെയ്യുന്നത്. പരിപൂർണ്ണ വിശ്വാസമായിട്ടൊക്കെ എടുക്കാനും കഴിയും. ഇത് ഹ്യുണ്ടായിയുടെ പ്രീമിയം കാറ്റഗറിയിൽ പെടുന്ന ഒരു വാഹനമാണ് ഹ്യുണ്ടായി അൽക്കസർ അല്ലേ. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2021 മോഡൽ വരുന്നത്. ഫുൾ ഓപ്ഷൻ ആണ്, സിഗ്നേച്ചർ ഓപ്ഷൻ ആണ് വേരിയന്റ്. ടോപ്പിന്റെ വേരിയന്റ് ആണ്. ഓക്കേ. 6 സീറ്റർ ആണ്. ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? കിലോമീറ്റർ 61,000 ആണ് ഓടിയിരിക്കുന്നത്. കമ്പനി ഹിസ്റ്ററികളൊക്കെ അവൈലബിൾ ആണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. മേജർ ക്ലെയിംസ് ഒന്നുമില്ല. ഇത് ഫുൾ ഓപ്ഷൻ ആണ്. ടോപ്പിന് വേരിയന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫീച്ചേഴ്സും കളന്ന് എടുത്ത് പറയുന്നില്ല. എല്ലാ ഫീച്ചേഴ്സും വരുന്ന 360 ക്യാമറ, അതുപോലെ അലോയ്വിൻ കാര്യം, പുഷ്പ സ്റ്റാർട്ട് ഒക്കെ വരുന്നുണ്ട്. അല്ല, സൺറൂഫ് അടക്കം വരുന്നുണ്ട്. ടോപ്പിന് വേരിയന്റ് ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമ്മൾ ഇതിന് 14,85,000 രൂപയാണ് ചോദിക്കുന്നത്. പിന്നെ നമ്മള് ഹ്യുണ്ടായുടെ ആയതുകൊണ്ട് തന്നെ ഇതിന് 1 ഇയർ വാറന്റിയും 2 ഫ്രീ സർവീസും ഓൾ ഇന്ത്യ എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് പരിപൂർണ്ണ വിശ്വാസമായിട്ട് ഒരു പുതിയ വാഹനം എടുക്കുന്ന അതേപോലെ തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. പിന്നെ പ്രൈസ് നമുക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവില്ല. നെഗോഷ്യബിൾ ആണ് റേറ്റ്. മാക്സിമം ലോണും ചെയ്യാം. മീഡിയം ബഡ്ജറ്റില് ഹ്യുണ്ടായുടെ ഒരു വാഹനം നോക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള വാഹനമാണ് ഗ്രാൻഡ് ആയിട്ടും അല്ലേ. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2016 ആണ് മോഡൽ വരുന്നത്. സ്പോർട്സ് ആണ് വേരിയന്റ്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. കിലോമീറ്റർ 91,000 ആണ് ഓടിയിരിക്കുന്നത്. പെട്രോൾ മാനുവൽ ആണ്. പെട്രോൾ മാനുവൽ. കിലോമീറ്റർ ജെനുവിന് അവൈലബിൾ അല്ലേ? അവൈലബിൾ ആണ്. വേറെ മേജർ ആക്സിഡന്റ് ഒന്നുമില്ലല്ലോ. മേജർ ക്ലെയിംസ് പറഞ്ഞിട്ടുണ്ട് ഒന്നുമില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? നമ്മൾ ഇതിന് 3,40,40,000 രൂപയാണ് ചോദിക്കുന്നത്. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ലോൺ ഫെസിലിറ്റി ഉണ്ട്. ലോൺ ഫെസിലിറ്റീസ് ഉണ്ട്. മാക്സിമം നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ആദ്യം കൊടുത്തിട്ട് ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാം. സ്പോർട്സ് എന്ന് പറയുന്ന വേരിയന്റിൽ അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. 4 പവർ വിൻഡോ, AC, സെന്റർ ലോക്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ടയറും ഞങ്ങൾക്ക് കണ്ടീഷൻ ആണ്. വേറെ എടുക്കുന്ന കസ്റ്റമർ അഡീഷണൽ ആയിട്ട് നമുക്ക് ഇതിന്റെ മേലെ നമുക്ക് ആവശ്യം ചെലവാക്കേണ്ട ആവശ്യം വരുന്നില്ല. ലോ ബജറ്റിൽ ഒരു ചെറുവാഹനം നോക്കുന്നവർക്ക് നല്ലൊരു വാഹനമാണ് ഹ്യുണ്ടായിയുടെ ഇയോൺ അല്ലേ. നമ്മുടെ ഒരു വാഹനം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. 2013 ആണ് മോഡൽ വരുന്നത്. മാഗ്ന പ്ലസ് ആണ്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. കിലോമീറ്റർ 66,000 ആണ് ഓടിയിരിക്കുന്നത്. പെട്രോൾ അല്ലേ? പെട്രോൾ. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമ്മൾ ഇതിന് 1,55,000 രൂപയാണ് ചോദിക്കുന്നത്. 1,55,000. ചെറിയ രീതിയിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അതാണ് പറയുന്നത്. ചെറിയൊരു എമൗണ്ടിൽ വാങ്ങാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് വാഹനമാണ്. കണ്ടീഷൻ വാഹനമാണ്. വേറെ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ഒരു മീഡിയം ബഡ്ജറ്റിൽ ഒരു വാഹനം നോക്കുന്നവർക്ക് ഹ്യുണ്ടായിയുടെ ഗ്രാൻഡ് ആയിട്ട് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. നല്ലൊരു വാഹനം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. 2019 ആണ് മോഡൽ വരുന്നത്. മാഗ്നയാണ് വേരിയന്റ്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. കിലോമീറ്റർ 81,000 ആണ് ഓടി. പെട്രോൾ മാനുവൽ. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും മാഗ്നയിൽ തന്നെ ഉണ്ടല്ലേ? വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. പേപ്പേഴ്സ് ക്ലിയർ അല്ലേ? ചോദിക്കുന്ന പ്രൈസോ? നമ്മൾ ഇതിന് 3,20,000 രൂപയാണ് ചോദിക്കുന്നത്. ആസ്കിംഗ് പ്രൈസ്. ചെറിയ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കച്ചവടം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ലോൺ ചെയ്യാൻ പറ്റില്ല. ലോൺ ഉണ്ട്. 19 മോഡൽ അല്ലേ? മാക്സിമം കിട്ടും. മാക്സിമം ലോണും കിട്ടും അല്ലേ? കിലോമീറ്റർ ഓടിയിട്ടുള്ള ടാറ്റ കമ്പനിയുടെ അൾട്രോസ് പറഞ്ഞ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. 2023 ആണ് മോഡൽ വരുന്നത്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. XZ പ്ലസ് ആണ് വേരിയന്റ് വരുന്നത്. ടോപ്പിന്റെ വേരിയന്റ് ആണ്. ഓണർഷിപ്പ് സിംഗിൾ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ആകെ 18,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പെട്രോൾ മാനുവൽ. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ല ഷോറൂം കണ്ടീഷൻ വാഹനമാണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഈ ടോപ്പ് എൻഡിൽ തന്നെ വരുന്നുണ്ട്. എടുക്കുന്ന കസ്റ്റമർ അഡീഷണൽ ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല. ഇനി അറിയേണ്ടത് ഈ ഒരു വാഹനത്തിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് ആണ്. നമ്മൾ ഇതിന് 6,70,000 രൂപയാണ് ചോദിക്കുന്ന റേറ്റ്. ചോദിക്കുന്ന പ്രൈസ്. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവില്ലേ? മാറ്റം ഉണ്ടാവും. അതുപോലെ തന്നെ മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും അല്ലേ? എക്സ്ചേഞ്ചിലൂടെ വണ്ടി മാറ്റിയെടുക്കാൻ പറ്റില്ലേ? അതും ചെയ്യാം. ഓക്കെ. നിങ്ങൾ ടാറ്റ കമ്പനിയുടെ അൾട്രോസ് പുതിയത് എടുക്കാൻ നിൽക്കുന്ന ആളാണെങ്കിൽ പുതിയത് എടുക്കുന്നതിനേക്കാൾ നല്ല ലാഭത്തിൽ പുതിയതുപോലെ തന്നെ തോന്നിപ്പിക്കുന്ന ഒരു ഷോറൂം വാഹനം നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. 2023 ആണ് മോഡൽ വരുന്നത്. സിംഗിൾ യൂസ് ആണ്. XMS എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് വരുന്നത്. കിലോമീറ്റർ ആകെ 1000 ഓടിയിട്ടുള്ളൂ. 1000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പുതിയ എടുക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആണ്. 1000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഹിസ്റ്ററി ഞങ്ങൾക്ക് അവൈലബിൾ ആണ്. ഈ ഒരു വേരിയന്റിൽ എന്താണ് അഡീഷണൽ ആയിട്ട് സൺറൂഫ് ഉണ്ട്. സൺറൂഫ് വരുന്നുണ്ട്. അത് സൺറൂഫ് വരുന്നൊരു മോഡലാണ്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ടൈപ്പ് വാഹനം നോക്കുന്നവരാണെങ്കിൽ എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ള വാഹനം കൂടിയാണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? 7 ലക്ഷം രൂപയാണ് ചോദിക്കുന്ന റേറ്റ്. ചെറിയ വ്യത്യാസം ഉണ്ടാവും. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. മോഡൽ കൂടിയുണ്ട് അല്ലേ? ഇത് ഹ്യുണ്ടായിയുടെ ഐട്ടൺ. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. 2013 ആണ് മോഡൽ വരുന്നത്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. കിലോമീറ്റർ 1,13 ഓടിയിട്ടുണ്ട്. 1,13 ഓടിയിട്ടുണ്ട്. പെട്രോൾ മാനുവൽ. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങൾ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. കണ്ടീഷൻ വാഹനമല്ലേ? ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമ്മൾ ഇതിന് 1,60,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ചെറിയ മാറ്റം ഞങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഈ പറയുന്ന ആസ്കിംഗ് പ്രൈസ് മാത്രമാണല്ലേ? ഈ ഒരു വാഹനം ചെറിയൊരു എമൗണ്ടിൽ സ്വന്തമാക്കാൻ പറ്റുന്ന നല്ലൊരു വാഹനമാണ്. ഡീറ്റെയിൽസ് ഭാഗം നോക്കുകയാണെങ്കിൽ ഇത് ഏതാ വണ്ടി? ഏതാ? ഇത് ഷെവർലെറ്റിന്റെ ആവിയോ എന്ന് പറഞ്ഞൊരു മോഡലാണ് വരുന്നത്. മോഡൽ 2007 ആണ് വരുന്നത്. 2007 മോഡൽ. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സിംഗിൾ ആണ്. 66,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നത്. പെട്രോൾ ഡീസലാ? പെട്രോൾ മാനുവൽ. 66,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? റണ്ണിംഗ് കണ്ടീഷൻ. ഓക്കെ. പേപ്പേഴ്സ് ക്ലിയർ ആണ്. ചോദിക്കുന്ന പ്രൈസ്? നമ്മൾ ഇതിനെ 95,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ചെറിയൊരു എമൗണ്ട് ആണ് ചോദിക്കുന്നത്. ചെറിയ മാറ്റങ്ങളൊക്കെ ഫൈനൽ ആകുമ്പോൾ ഉണ്ടാവും. ലോ ബജറ്റിൽ നല്ലൊരു കണ്ടീഷൻ വാഹനം നോക്കി നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വാഹനം വാഗനർ അല്ലേ? ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. 2007 ആണ് മോഡൽ വരുന്നത്. ഓണർഷിപ്പ് സിംഗിൾ ആണ്.
കിലോമീറ്റർ ഒരു 1.44 ഓടിയിട്ടുണ്ട്. പെട്രോൾ മാനുവൽ ആണ് വരുന്നത്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? നിലവിൽ റണ്ണിങ് കണ്ടീഷൻ അല്ലേ? എടുക്കുന്ന കസ്റ്റമറിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ? ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ടിന് വണ്ടി ഓടിച്ചു പഠിക്കാനൊക്കെ പറ്റുന്നവർക്ക് അല്ലേ, ഇതൊക്കെ നമ്മൾ വാങ്ങി നമ്മൾ ആ ഒരു ആവശ്യം കഴിഞ്ഞാൽ കൊടുക്കുമ്പോൾ അത്യാവശ്യം വില കിട്ടുന്ന ഒരു മോഡലാണ്, മാരുതിയുടെ വാഹനമാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വരെ കോൺടാക്ട് ചെയ്യുക. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 85,000 രൂപയാണ് ചോദിക്കുന്നത്. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവില്ല, വ്യത്യാസമുണ്ട്. വാഹനപ്രേമികളുടെ ഇഷ്ടവാഹനങ്ങൾ ഒന്നാണ് ഹോണ്ട സിറ്റി. നല്ലൊരു വാഹനം സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ 2012 ആണ് മോഡൽ വരുന്നത്. വി ആണ് വേരിയന്റ്. ഓണർഷിപ്പ് സിംഗിൾ ആണ് വരുന്നത്. സിംഗിൾ ആണ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? കിലോമീറ്റർ 98,000 ആണ് ഓടിയത്. പെട്രോൾ മാനുവൽ. ഹിസ്റ്ററിങ്ങളൊക്കെ അവൈലബിൾ ആണ്. അവൈലബിൾ ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അലോയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 4 പവർ വിൻഡ്, ABS എയർബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? നമ്മൾ ഇതിന് 3,50,000 രൂപയാണ് ചോദിക്കുന്നത്. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റത്? ലോൺ ഇത് 12 മോഡലാണ്. അപ്പൊ ഒന്ന് ചെക്ക് ചെയ്യണം. ഇയർ ഒരു വ്യത്യാസം ഉള്ളത് കൊണ്ട്. പിന്നെ അതല്ല, അഥവാ കിട്ടിയാലും ഒരുപാട് വർഷത്തേക്ക് നമുക്ക് കിട്ടില്ല. കിട്ടുള്ളൂ അല്ലെ? വെറും 7,500 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു ഷോറൂം കണ്ടീഷൻ സ്വിഫ്റ്റ് നമ്മളത് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഈ മാസം. ഈ ഒരു സ്വിഫ്റ്റിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത് 2023 ആണ് മോഡൽ വരുന്നത്. ZXi ആണ്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. ജസ്റ്റ് വെറും 7,500 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഹിസ്റ്ററിങ്ങളൊക്കെ അവൈലബിൾ ആണ്. ജെനുവിൻ കിലോമീറ്റർ ആണ്. പെട്രോൾ മാനുവൽ അല്ലേ? ZXi എന്ന് പറയുന്ന വേരിയന്റിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അലോയില് പുഷ് ബട്ടൺ സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? ഫുൾ ഓപ്ഷൻ തന്നെയാണ്. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമ്മൾ ഇതിന് 7,30,000 രൂപയാണ് ചോദിക്കുന്നത്. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവില്ല? അതുണ്ടാവും. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. 23 മോഡൽ ആയതുകൊണ്ട് മാക്സിമം കിട്ടും. ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഒരു പുതിയ വാഹനം എടുക്കുന്ന അതേപോലെ തന്നെ പരിപൂർണ്ണ വിശ്വാസം മാറ്റി എടുക്കാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ് ഇത്. ടാറ്റ കമ്പനിയുടെ ടിയാഗോ എന്ന് പറയുന്ന വാഹനമാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത് 2020 ആണ് മോഡൽ വരുന്നത്. XZ+ ആണ് വേരിയന്റ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. അതെ, XZ+ എന്ന് പറയുന്നത് ഫുൾ ഓപ്ഷൻ ടോപ്പ് ആൻഡ് വേരിയന്റ് ആണ്. എല്ലാ ഫീച്ചേഴ്സും വരുന്നത്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അലോയ് വീൽ, റിവേഴ്സ് ക്യാമറ എല്ലാം വരുന്നുണ്ട്. എത്ര കിലോമീറ്റർ ഓടിക്കുന്നത്? കിലോമീറ്റർ 92,000 ഓടിയിട്ടുണ്ട്. പെട്രോൾ മാനുവൽ. ഹിസ്റ്ററിങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഒരു ക്വാളിറ്റി വെഹിക്കിൾ തന്നെയാണ്. എല്ലാ ഹിസ്റ്ററിങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വാഹനം കൂടിയാണ്. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ലല്ലോ? മേജർ ആയിട്ടുള്ള ക്ലെയിംസ് ഒന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ് എത്ര? നമ്മൾ ഇതിന് 4,40,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ലോൺ ചെയ്യാൻ പറ്റില്ല? ലോൺ ഫെസിലിറ്റി ഉണ്ട്. 20 മോഡൽ അല്ല, മാക്സിമം ലോൺ കിട്ടും. അപ്പോൾ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ആദ്യം കൊടുത്താൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാവുന്നതാണ്. ഒരുപാട് ആവശ്യമുള്ള ഒരു വാഹനമാണ് മാരുതി സ്വിഫ്റ്റ് ടൈപ്പ് 2. നല്ലൊരു ഹൈ ക്വാളിറ്റി വാഹനം നമ്മുടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ ഇത് 2016 ആണ് മോഡൽ വരുന്നത്. VXi ആണ് വേരിയന്റ്. കിലോമീറ്റർ 48,000 ആണ് ഓടിയിരിക്കുന്നത്. 48,000 VXi. പെട്രോൾ മാനുവൽ. ഹിസ്റ്ററിങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇത് VXi ആണെങ്കിൽ കൂടി അത്യാവശ്യം അഡീഷണൽ ആയിട്ട് കുറച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ? എടുക്കുന്ന കസ്റ്റമറിന് ഒരു ഫുൾ ഓപ്ഷൻ എടുക്കുന്ന പോലെ തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? ചോദിക്കുന്ന പ്രൈസ് എത്ര? 4,30,000 രൂപയാണ് ചോദിക്കുന്നത്. ആസ്കിംഗ് പ്രൈസ്. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാൻ പറ്റും. പറയുന്ന പ്രൈസിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം കാര്യങ്ങളൊക്കെ കച്ചവടം ഉണ്ടാവും. മീഡിയം ബഡ്ജറ്റിൽ ഒരു ഓട്ടോമാറ്റിക് വാഹനം നോക്കി നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ അനുയോജ്യമായിട്ടുള്ള വാഹനമാണ് മാരുതി സെലീറിയോ അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് 2018 ആണ് മോഡൽ വരുന്നത്. VXi ആണ് വേരിയന്റ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? കിലോമീറ്റർ 57,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നത്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. കമ്പനി സർവീസ് ഒക്കെ പക്കയായിരിക്കും അല്ലേ? വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ്. പിന്നെ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഉള്ളൊക്കെ നല്ല വൃത്തിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചോദിക്കുന്ന പ്രൈസ് എത്ര? നമ്മൾ ഇതിന് 4,20,000 രൂപയാണ് ചോദിക്കുന്നത്. ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടി വരും? ഡൗൺ പേയ്മെന്റ് ഇതിന് മാക്സിമം ലോൺ കിട്ടും. ഒരു 85% വരെ ലോൺ കിട്ടുന്ന വണ്ടിയാണ്. അപ്പൊ നമുക്ക് എന്തായാലും നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ മാക്സിമം ഇവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ലോണും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. എക്സ്ചേഞ്ച് സൗകര്യമുണ്ട്. സെഡാൻ സെഗ്മെന്റ് വാഹനങ്ങൾ നോക്കുന്നവർക്ക് മാരുതി സ്വിഫ്റ്റ് ഡിസയർ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2015 ആണ് മോഡൽ വരുന്നത്. VXi ആണ്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ് വരുന്നത്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? കിലോമീറ്റർ 54,000 കിലോമീറ്റർ. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനമാണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. കണ്ടീഷൻ വണ്ടിയാണ്. ഉള്ളും പുറമൊക്കെ നീറ്റ് ആണ്. അതുപോലെ തന്നെ ടയറും കാര്യങ്ങളൊക്കെ ഏകദേശം പുതിയ ടയർ ആണല്ലേ? കണ്ടീഷൻ ടയേഴ്സ് ഉണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമ്മൾ ഇതിന് 4 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ലോൺ ചെയ്യാൻ പറ്റുമോ? ലോണും കിട്ടും. നമുക്ക് നമ്മുടെ കയ്യിലുള്ള പഴയ വാഹനങ്ങൾ എക്സ്ചേഞ്ചിലൂടെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ് ഫോർഡിന്റെ എക്കോസ്പോർട്ട്. അതും ഡീസൽ അല്ലേ? അതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2016 ആണ് മോഡൽ വരുന്നത്. ട്രെൻഡ് ആണ് വേരിയന്റ്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. 72,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. ഡീസൽ വാഹനമായിട്ട് കൂടി 72 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? ഹിസ്റ്ററിങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇത് ട്രെൻഡ് അല്ലേ വേരിയന്റ് വരുന്നത്? വേരിയന്റ് ട്രെൻഡ് ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പോരാതെ അഡീഷണൽ നമുക്ക് ക്യാമറയും ടച്ച് സ്ക്രീൻ എല്ലാം അഡീഷണൽ ചെയ്തിട്ടുണ്ട്. എടുക്കുന്ന കസ്റ്റമറിന് അതൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എടുത്ത് ഉപയോഗിക്കാൻ മാത്രം ചെയ്താൽ മതി. വേറെ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമ്മൾ ഇതിന് 5,60,000 രൂപയാണ് ചോദിക്കുന്നത്. ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാം. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ചെറിയ ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കാൻ ചെയ്യാൻ പറ്റും. ഇത് റെനോൾട്ട് കമ്പനിയുടെ കൈഗറിലെ. ഇതിന് ഡീറ്റെയിൽസ് ആണ് വരുന്നത്. ഇത് 2022 ആണ് മോഡൽ വരുന്നത്. സിംഗിൾ ഓണർ ആണ് വണ്ടി വരുന്നത്. ഫുൾ ഓപ്ഷൻ ആണ്. RSZ ആണ് വേരിയന്റ് വരുന്നത്.
നമുക്കിത് പെട്രോൾ ഓട്ടോമാറ്റിക്കാണ്, CVT ഓട്ടോമാറ്റിക്കാണ് വരുന്നത്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? കിലോമീറ്റർ ആകെ 42,000 ഓടിയിട്ടുള്ളൂ. ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണോ? ഉണ്ട് അല്ലേ? ഇത് ഫുൾ ഓപ്ഷൻ ആണ്, എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അല്ലെങ്കിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ വരുന്ന എല്ലാം വരുന്നതാണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല, വേറെ റീപ്ലേസ്മെന്റ് ഒന്നും പറഞ്ഞിട്ടില്ല. കണ്ടീഷൻ വാനാണ്, ഷോറൂം കണ്ടീഷൻ വാനാണ്. അത്രയും നീറ്റ് ആയിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന വണ്ടി ക്വാളിറ്റി അല്ലേ. ഇനി അറിയേണ്ടത് ചോദിക്കുന്ന പ്രൈസ്. നമ്മളിത് 7 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. പിന്നെ നമുക്ക് ലോൺ ഫെസിലിറ്റിയും വരുന്നുണ്ട്. എത്ര നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും? ഇതൊക്കെ ഒരു 22 മോഡലല്ലേ, നമുക്ക് മാക്സിമം ഒരു 90% വരെ ലോൺ കിട്ടും. പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ മാക്സിമം ഇവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ലോണും കാര്യങ്ങളൊക്കെ ഇവരെ തന്നെ സെറ്റ് ചെയ്ത് തരും. താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം.